പരിധിയിൽ നിർത്താൻ ട്രംപിന്റെ കയ്യിലെ വജ്രായുധം തീരുവയാണ്. ഏത് വമ്പനെയും നിലയ്ക്ക് നിർത്താൻ തനിക്കും അമേരിക്കൻ ഡോളറിനും സാധിക്കുമെന്നാണ് ട്രംപിന്റെ ഹുങ്ക്. നാറ്റോയുമായി കൈകോർത്ത് യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ് അമേരിക്ക. താരിഫിൽ റഷ്യയും വ്യാപാര സഖ്യരും വീണില്ലെങ്കിൽ യുദ്ധം ചെയ്യും. യുക്രൈന് സമാധാനം നേടിയെടുക്കാനുള്ള ട്രംപിന്റെ സാഹസികത ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ? ട്രംപും പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും നിറഞ്ഞു നിന്നതായിരുന്നു പോയ വാരത്തെ ലോകവിശേഷങ്ങൾ. സ്വാഗതം ഭൂലോകത്തിലേക്ക്. ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധമാണ് റഷ്യയും യുക്രൈനും തമ്മിൽ. അനുരഞ്ജന നീക്കങ്ങൾ പല ഘട്ടങ്ങളിൽ നടന്നു. പക്ഷേ ട്രംപിന്റെ ഇടപെടൽ ശ്രമങ്ങൾ ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ ഇപ്പോൾ പോർവിളി ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയ്ക്കും റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കും മേൽ കടുത്ത നികുതി ചുങ്കം ചുമത്തും. 50 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കാൻ കരാറിലെത്തിയില്ലെങ്കിൽ 100% ചുങ്കം ചുമത്തുമെന്നാണ് ഭീഷണി. റഷ്യ ഭീഷണിയെ പരിഹസിച്ച് തള്ളി. പക്ഷേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ അവസ്ഥ എന്താകും? ഭീഷണി ഏറ്റെടുത്ത നാറ്റോയും ഇന്ത്യയെ വിരട്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. ചൈനയ്ക്കും ബ്രസീലിനുമെല്ലാം ഇത് വിനയാകും. എന്തായാലും ട്രംപ് രണ്ടും കൽപ്പിച്ചാണ്. താരിഫിൽ മുട്ടുമടക്കിയില്ലെങ്കിൽ യുക്രൈനോട് ശക്തമായി തിരിച്ചടിക്കാനാണ് നിർദ്ദേശം. ആയുധങ്ങൾ അമേരിക്ക നൽകും. താൻ പല കാര്യങ്ങൾക്കും വ്യാപാരം ഉപയോഗിക്കും. ഏത് യുദ്ധം അവസാനിപ്പിക്കാനും വ്യാപാരം നല്ലൊരു മാർഗമാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പക്ഷം. അതുകൊണ്ട് തന്നെയാണ് റഷ്യയ്ക്ക് മേൽ വജ്രായുധം തന്നെ ഉപയോഗിക്കാൻ ട്രംപ് തീരുമാനിച്ചത്. 100% തീരുവയാണ് റഷ്യയ്ക്കും റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡറി താരിഫ് അഥവാ ദ്വിതീയ ഉപരോധമെന്ന് ഇതിനെ പറയാം. റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം റഷ്യയുടെ വ്യാപാര കക്ഷികൾക്കും ബാധകമാകുന്നതിനാലാണ് ഇത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെയുമായി ഓവൽ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഈ വലിയ പ്രഖ്യാപനം നടത്തിയത്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ റഷ്യ ഒറ്റപ്പെടുത്തുകയാണ് ലക്ഷ്യം. താരിഫ് 100% ആക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ സ്വാഭാവികമായും റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കും. ഗത്യന്തരമില്ലാതെ റഷ്യ കീഴടങ്ങുമെന്നാണ് ട്രംപ് സ്വപ്നം കാണുന്നത്. US സെനറ്റർമാർ പുടിനെതിരെയും റഷ്യക്കെതിരെയും ട്രംപിന് അധികാരം നൽകുന്ന ബിൽ പാസാക്കാൻ കൂടി ഒരുങ്ങുകയാണ്. റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് 500% വരെ തീരുവ ചുമത്താനുള്ള അധികാരം നൽകുന്നതാണ് ഈ ബില്ല്. എന്നാൽ അത്യന്തം അവജ്ഞയോടെ റഷ്യ ഈ ഭീഷണി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ നാടകീയ അന്ത്യശാസനയിൽ ലോകം നടുങ്ങുമായിരിക്കും. പക്ഷേ റഷ്യയ്ക്കൊന്നുമില്ലെന്നാണ് മുൻ റഷ്യൻ പ്രസിഡന്റും പുടിന്റെ അനുകൂലിയുമായ ദിമിത്രി മെദ്വദേവ് എക്സിൽ കുറിച്ചത്. റഷ്യയ്ക്ക് പ്രശ്നമില്ലായിരിക്കും, പക്ഷേ ഇന്ത്യക്കോ? ട്രംപിന്റെ ഭീഷണി നാറ്റോ കൂടി ഏറ്റെടുത്തതോടെ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും ചൈനയെയും ബ്രസീലിനെയും ഒക്കെ നികുതിയിലൂടെ ശിക്ഷിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള 85%-ലധികം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാന എണ്ണദാതാക്കൾ. എന്നാൽ 2022 മുതൽ റഷ്യയാണ് നമ്മുടെ പ്രധാന സപ്ലയർ. 42% ക്രൂഡ് ഓയിൽ വാങ്ങുന്നതും റഷ്യയിൽ നിന്നാണ്. അതായത് പ്രതിദിനം 2.08 ബാരൽ വരും. ഇത് ആഗോള മാർക്കറ്റിൽ $80 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് വില. പക്ഷേ റഷ്യയിൽ നിന്ന് $60 ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ലഭിക്കും. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ കൂട്ടത്തോടെ റഷ്യയെ ബഹിഷ്കരിച്ചപ്പോഴാണ് റഷ്യ ഈ ഡിസ്കൗണ്ടുമായി ഇറങ്ങിയത്. എന്തായാലും ഈ ലാഭകരമായ കച്ചവടത്തിനാണ് യൂറോപ്യൻ യൂണിയൻ ഭീഷണി ഉയർത്തിയത്. എന്താണ് ഇന്ത്യയുടെ മറുപടി? റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിച്ച് പുടിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇന്ത്യയോടും ചൈനയോടും ബ്രസീലിനോടും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ ആവശ്യപ്പെട്ടത്. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ബാരലിന് $46 നൽകിയാൽ മതിയെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ നിർദ്ദേശം. ഉപരോധങ്ങൾ മറികടക്കുന്ന രാജ്യങ്ങൾക്കുമേൽ താരിഫ് പ്രഹരം ഏൽപ്പിക്കും. എന്നാൽ ഈ ഭീഷണി വിലപ്പോകില്ലെന്ന്
ഇന്ത്യ മറുപടി നൽകി കഴിഞ്ഞു. ഏകപക്ഷീയമായ ഉപരോധം ഇന്ത്യ അംഗീകരിക്കില്ലെന്നും യൂറോപ്യൻ യൂണിയന്റെ ഇരട്ടത്താപ്പ് ഇന്ത്യയോട് വേണ്ടെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യയിൽ റോസ്നെഫ്റ്റിന്റെ കീഴിലുള്ള വമ്പൻ റിഫൈനറിക്കും ഉപരോധം ഏർപ്പെടുത്തിയെന്ന യൂറോപ്യൻ യൂണിയൻ പോളിസി മേധാവി കജ കാലസിന്റെ എക്സ് പോസ്റ്റിനോടായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ പ്രതികരണം. പ്രതിവർഷം 20 മില്യൺ ടൺ ഉൽപാദന ശേഷിയുള്ളതാണ് നയാരയുടെ ഗുജറാത്തിലെ ഈ റിഫൈനറി. റഷ്യയുമായി ഇടപെടുന്നതിന് ഈ രാജ്യങ്ങൾക്കുമേൽ പാശ്ചാത്യ രാജ്യങ്ങൾ തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രണ്ടാമത്തെ സംഭവമാണിത്. റഷ്യയുമായി ഈ മുന്നറിയിപ്പ് മറികടന്ന് വ്യാപാരം തുടർന്നാൽ അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് വൻ താരിഫ് നൽകേണ്ടി വരും. സമാനമായ രീതിയിൽ യൂറോപ്പിലേക്കും. റഷ്യ ക്രൂഡ് ഓയിലിൽ നൽകുന്ന ഡിസ്കൗണ്ട് ഒന്നും ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമാകില്ല. പക്ഷേ ഈ താരിഫ് ഭീഷണിയിൽ ഇന്ത്യക്ക് ഒട്ടും ഭയമില്ലെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും പറയുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയത് വിലക്കിഴിവിന്റെ പേരിലാണ്. പക്ഷേ റഷ്യ മാത്രമല്ല ഇന്ത്യയുടെ ഓപ്ഷൻ. 40ഓളം രാജ്യങ്ങളുമായി ഇന്ത്യക്ക് പെട്രോളിയം മേഖലയിൽ വ്യാപാര കരാറുണ്ട്. അതുകൊണ്ട് ഒരു വാതിൽ അടഞ്ഞാലും മറ്റ് പല വാതിലുകളും തുറക്കും. രാജ്യത്ത് എണ്ണ പ്രതിസന്ധിയോ വിലക്കയറ്റമോ ഉണ്ടാകില്ല. ആശങ്കയ്ക്ക് വകയേയില്ല എന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി പറയുന്നത്. I think they are getting the correct response now. We're just cancelling them. Because it's very easy. What you do is you bid in a large number, quote unrealistic thing, become L1, and then you sit on it. How can you justify somebody who's won a bid 12 years ago, and every time you talk to him, abhi ho raha, nahi bhai, nahi hoga. And on that basis, you're raising money in the outside market. No, the whole thing comes full circle, and we will contest those. 40ഓളം രാജ്യങ്ങൾ ഇന്ത്യക്ക് ആശ്രയിക്കാനുണ്ട്. അപ്പോൾ ഇറാനെ ആശ്രയിക്കുമോ? റഷ്യയുമായുള്ള കരാറിന് മുൻപ് ഇന്ത്യയുടെ പ്രധാന എണ്ണദാതാവ് ഇറാനായിരുന്നു. ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ 13% ഇറക്കുമതി ചെയ്തിരുന്നത് ഇറാനിൽ നിന്നായിരുന്നു. എന്നാൽ 2018 ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുന്നത്. റഷ്യ ആശ്രയിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ ഇറക്കുമതി 0.04% ഗണ്യമായി കുറഞ്ഞു. ചൈനയാണ് ഇപ്പോൾ ഇറാന്റെ പ്രധാന എണ്ണ ഉപഭോക്താക്കൾ. ഇറാന്റെ കയറ്റുമതിയുടെ 90% വാങ്ങുന്നത് ചൈനയാണ്. ഒമാനിയൻ ക്രൂഡ് ഓയിലിനെ അടക്കം താരതമ്യം ചെയ്യുമ്പോൾ ബാരലിന് $11 ഇളവിലാണ് ഇറാൻ ചൈനയ്ക്ക് എണ്ണ നൽകുന്നത്. റഷ്യയ്ക്ക് മേൽ ഉപരോധം വന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇനി ഇറാനെ കൂടുതലായും ആശ്രയിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. എല്ലാ ഉപരോധങ്ങളും എല്ലാ കാലവും തുടരില്ലെന്നും എന്നാൽ ഇറാനും വെനസ്വേലയ്ക്കും മേൽ നിലവിൽ അമേരിക്ക ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ ഇന്ത്യ പിന്തുടരുമെന്നും ലോകക്രമങ്ങളെയും നിയമങ്ങളെയും പിന്തുടരുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഈ ഘട്ടത്തിൽ ഉപരോധങ്ങൾ നീങ്ങാതെ ഇറക്കുമതി ഇല്ലെന്ന് ഹർദീപ് പുരി പറയുന്നു. I don't feel any pressure in my mind, and I don't think my boss's mind is wired to feel any pressure, and that's where I draw my strength from. During this period, India has diversified the sources of supply, and we have gone, I think, from about 27 countries that we used to buy from to about 40 countries now. But more than that, if you go into should you buy from a source 1 or should you buy from a source 2, we have been clear from the day go that we will buy from wherever we have to. പുടിനുമായുള്ള സൗഹൃദം പാടെ തകർന്ന മട്ടാണ് ട്രംപിന്റെ പുതിയ നിലപാട് കാണുമ്പോൾ മനസ്സിലാകുന്നത്. താൻ അധികാരത്തിലേറി 24 മണിക്കൂറിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശങ്ങൾ പുടിൻ ചെവികൊള്ളാതായതോടെ രണ്ടും കൽപ്പിച്ചാണ് ട്രംപ്. താരിഫ് യുദ്ധം മാത്രമല്ല, മോസ്കോയെ കടന്നാക്രമിച്ചോളൂ, ഞങ്ങളുണ്ടൊപ്പം എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വാഗ്ദാനം. ഓർക്കണം, യുക്രൈനുള്ള ആയുധ വിതരണം നിർത്താൻ പോവുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് ഈ മനംമാറ്റം. വാഷിംഗ്ടണിൽ നിന്ന് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈനിലേക്ക് അയക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. നാറ്റോ വഴിയാണ് ഈ ആയുധ കൈമാറ്റം. എത്ര എണ്ണം നൽകുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും യുക്രൈന് ആവശ്യമുള്ളത് അത്രയും നൽകുമെന്ന്
ട്രംപ് അറിയിച്ചിട്ടുണ്ട്. കരയിൽ നിന്ന് വായുവിലേക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിരോധ സംവിധാനമാണിത്. യുദ്ധപ്രതിരോധത്തിൽ നിർണായകമാണ് ഇവ. നഗരങ്ങളെയും രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് റഷ്യ നിരന്തരമായി നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ യുക്രൈന് പേട്രിയറ്റ് അടക്കമുള്ള പ്രതിരോധ സംവിധാനം ഇപ്പോൾ അത്രത്തോളം അനിവാര്യമാണ്. പുടിൻ സാധാരണക്കാരെ ആക്രമിക്കുന്നുവെന്ന വലിയ വിമർശനമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. പുടിൻ വളരെ നന്നായി സംസാരിക്കുന്നയാളാണെന്നും എന്നാൽ പിന്നാലെ ബോംബിട്ട് കൊല്ലുമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത്. 3 വർഷത്തെ യുദ്ധത്തിൽ റഷ്യ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് പോയ മാസമാണ്. ജൂൺ ആദ്യവാരം നടന്ന ആക്രമണത്തിൽ 479 ഡ്രോണുകളും 20 മിസൈലുകളുമാണ് റഷ്യ യുക്രൈന് നേരെ വർഷിച്ചത്. പിടിച്ചു നിൽക്കാനാവാതെ പതറുന്ന യുക്രൈന് കരുത്തും ആത്മവിശ്വാസവുമാണ് അമേരിക്കയുടെ സഹായം. പക്ഷേ താരിഫ് യുദ്ധത്തിലും സായുധ പോരാട്ടത്തിലും മുട്ടുമടക്കുമോ റഷ്യ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. റഷ്യ പിൻവാങ്ങാതെ നിന്നാൽ ലോകം വീണ്ടും ഒരു വൻ യുദ്ധം കാണേണ്ടി വരും. റഷ്യക്ക് പിൻബലം നോർത്ത് കൊറിയയാണ്. ലോകത്ത് എല്ലാ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നതിലും മുന്നറിയിപ്പ് നൽകുന്നതിലും മുൻപന്തിയിലാണ് അമേരിക്ക. എന്നാൽ ഇപ്പോൾ യുഎസിനെ മാത്രമല്ല ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യ. എന്തിനാണ് ഉത്തര കൊറിയയ്ക്കെതിരെ ഈ 3 രാജ്യങ്ങളും സുരക്ഷാ സഖ്യം ഉണ്ടാക്കുന്നതിനെ റഷ്യ എതിർക്കുന്നത്? അതിന് പിന്നിൽ ഭയമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? ലോകമെന്ന ചതുരംഗപ്പലകയിലെ കറുത്ത കുതിര എന്നാണ് ഉത്തര കൊറിയയെ വിശേഷിപ്പിക്കുന്നത്. അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ എതിരാളിയുടെ കണക്കുകൂട്ടലുകൾ തകിടം മറിക്കുന്ന തന്ത്രശാലിയായ കറുത്ത കുതിര. കിഴക്കൻ ഏഷ്യയിലെ ശാക്തിക സമവാക്യങ്ങൾ തന്നെ തിരുത്താൻ പോന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം കേന്ദ്ര കഥാപാത്രമായിരുന്നു ഉത്തര കൊറിയ. റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇറാനോ ചൈനയോ അല്ലെന്നും മറിച്ച് ഉത്തര കൊറിയയാണെന്നും യുക്രൈൻ ഇന്റലിജൻസ് മേധാവി പോലും തുറന്നു സമ്മതിച്ചിരുന്നു. ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ യുദ്ധത്തിന് ഒരുക്കം തുടങ്ങിയത് മുതൽ കൊറിയൻ ഉപദ്വീപിലും ലോകമെങ്ങും ആശങ്കയിലാണ്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കണമെന്ന് അമേരിക്കയും ഏഷ്യൻ പങ്കാളികളും വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരുടെയും നിഷേധത്തെയും അംഗീകാരത്തെയും കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളുടെ തീരുമാനം ഒരിക്കലും മാറ്റില്ല. ഇതായിരുന്നു ഉത്തര കൊറിയയുടെ മറുപടി. പിന്നാലെയാണ് സുരക്ഷാ സഖ്യമുണ്ടാക്കാനുള്ള നീക്കം US, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ തുടങ്ങിയത്. ഇതോടെയാണ് നീക്കം ഉപേക്ഷിക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യ 3 രാജ്യങ്ങൾക്കും നൽകിയത്. സമീപ വർഷങ്ങളിലായി റഷ്യയും ഉത്തര കൊറിയയും പരസ്പര സഹകരണം ശക്തിപ്പെടുത്തിയിരുന്നു. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയും ആണവ മിസൈൽ പരീക്ഷണങ്ങളുടെ പേരിൽ ഉത്തര കൊറിയയും ആഗോളതലത്തിൽ നയതന്ത്ര ഒറ്റപ്പെടൽ നേരിടുന്ന സാഹചര്യത്തിലാണിത്. റഷ്യയ്ക്ക് യുക്രൈനെതിരെയുള്ള യുദ്ധത്തിനായി ആയുധങ്ങളും സൈനികരെയും നൽകുന്നത് ഉത്തര കൊറിയയാണ്. 2022 മുതൽ തുടങ്ങിയ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുമെന്ന് സ്വപ്നത്തിൽ പോലും വ്ളാഡിമിർ പുടിൻ കരുതിയില്ല. യുക്രൈനെ എളുപ്പത്തിൽ കീഴടക്കാമെന്ന റഷ്യയുടെ കണക്കുകൂട്ടൽ ഒടുവിൽ എത്തിനിന്നത് വലിയ പ്രതിസന്ധിയിലേക്കാണ്. ആയുധതലത്തിലും സൈനിക തലത്തിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. ഒടുവിൽ രക്ഷകരായി എത്തിയത് ഉത്തര കൊറിയ. യുദ്ധത്തിൽ ത്രിശങ്കുവിൽ റഷ്യ നിന്നപ്പോൾ കൈയയച്ചു സഹായിച്ചു അവർ. അതിനു പിന്നിൽ ചില ലക്ഷ്യങ്ങളും ഉത്തര കൊറിയയ്ക്കുണ്ടായിരുന്നു. കൊറിയൻ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിന് സഹായകമായും ഇതിനെ കണക്കാക്കാം. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ ദീർഘകാല ലക്ഷ്യമാണ് റഷ്യയുടെ സുഖോയ് Su-35 പോർ വിമാനങ്ങൾ സ്വന്തമാക്കുക എന്നത്.
ഈ വിമാനങ്ങൾ ഓരോന്നിനും $50 മില്യൺ വില വരും. നിലവിൽ ഉത്തര കൊറിയയ്ക്കുള്ളത് സോവിയറ്റ് യൂണിയൻ കാലത്ത് സമ്പാദിച്ച കുറേ പോർ വിമാനങ്ങളാണ്. കൂടാതെ തദ്ദേശീയമായി നിർമ്മിച്ച ചോസോൺ പോലുള്ള വിമാനങ്ങളുമുണ്ട്. ആധുനിക ചൈനീസ് പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള ശ്രമം നടക്കുന്നുമില്ല. അത് കൊറിയൻ ഉപഭൂഖണ്ഡത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് ചൈന ഭയക്കുന്നതാണ് കാരണം. ആ വഴി അടഞ്ഞ നിലയ്ക്കാണ് ഉത്തര കൊറിയ മോസ്കോയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. എങ്കിലും പ്രതിസന്ധിയിൽ സഹായിച്ച ഉത്തര കൊറിയയ്ക്കുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. യുഎസിന്റെ നേതൃത്വത്തിലുള്ള സൈനിക അഭ്യാസങ്ങൾ ആക്രമണത്തിനുള്ള പരിശീലനമാണെന്നാണ് ഉത്തര കൊറിയ കരുതുന്നത്. യുഎസ് സൈനിക ഭീഷണികളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകുകയാണെന്നും അവർ പറയുന്നു. റഷ്യ ഉത്തര കൊറിയ സഹകരണം ഉത്തര കൊറിയയുടെ ആണവായുധ മിസൈൽ പദ്ധതികൾക്ക് കൂടുതൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയയും അമേരിക്കയും ആശങ്കപ്പെടുന്ന ഘട്ടം കൂടിയാണിത്. ഉത്തര കൊറിയയ്ക്ക് റഷ്യയ്ക്ക് കൂടുതൽ സാങ്കേതിക വിദ്യ നൽകാൻ കഴിയുമെന്ന് ദക്ഷിണ കൊറിയ, US, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അവരുടെ ആണവ മിസൈൽ പദ്ധതികളെ കൂടുതൽ മികച്ചതാക്കുമെന്ന ഭയവുമുണ്ട്. അതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ. എന്നാൽ അതിനെല്ലാം പുടിൻ വഴങ്ങുമോ? അതോ റഷ്യ യുക്രൈൻ യുദ്ധത്തിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ കൂടി പങ്കാളികളാകുമോ എന്ന സൂചനയാണോ? ഞങ്ങൾ കുറേ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഗുരുതരമായിരുന്നു. വിമാനങ്ങൾ വെടിവെച്ചിടുകയായിരുന്നു. യഥാർത്ഥത്തിൽ 5 ജെറ്റുകൾ വെടിവെച്ചിട്ടെന്നാണ് തോന്നുന്നത്. രണ്ടും ആണവ രാജ്യങ്ങളാണ്. അവർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ഒടുവിൽ വ്യാപാര കരാർ മുൻനിർത്തി ഞങ്ങളത് പരിഹരിച്ചു. വൈറ്റ് ഹൗസിൽ ഏതാനും റിപ്പബ്ലിക്കൻ നിയമസഭാ അംഗങ്ങൾക്കൊപ്പമുള്ള അത്താഴ വിരുന്നിനിടെ ട്രംപ് പറഞ്ഞതാണ് ഇക്കാര്യം. Something I'm very proud of. We stopped a lot of wars, and these were serious wars that would have been going on right now. You had India, Pakistan, that was going. In fact, planes were being shot out of the air. 4 or 5, but I think 5 jets were shot down actually. And Lindsay, that was getting worse and worse, wasn't it? Huh? That was looking like it was going to go. These are 2 serious nuclear countries, and they were hitting each other. You know, it seems like a new form of warfare. You saw it recently when you looked at what we did in Iran, where we knocked out their nuclear capability, totally knocked out. That's going to be gone for a long time. എന്നാൽ തകർന്ന ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യയുടേതാണോ പാകിസ്ഥാന്റേതാണോ എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. ഇത് അവസാനത്തേതാണെന്ന് കരുതേണ്ട. ട്രംപിന്റെ വക ഇനിയും ഉണ്ടാകും കുറേ അവകാശവാദങ്ങൾ. പക്ഷേ ഒരിക്കലും സ്ഥിരീകരിക്കാനാകില്ല എന്ന് മാത്രം. പാകിസ്ഥാന്റെ നുണക്കഥകളെല്ലാം ഒന്നൊന്നായി പൊളിയുകയാണ്. ഇന്ത്യ തേടുന്ന കൊടും ഭീകരൻ മസൂദ് അസർ അഫ്ഗാനിസ്ഥാനിൽ ആണെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. എന്നാൽ മസൂദ് അസർ പാക് അധീന കശ്മീരിൽ എത്തിയെന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. കൃത്യമായി പറഞ്ഞാൽ സത്പാര റോഡിലെ സ്കാർദുവിലുണ്ട് ആ കൊടും ഭീകരൻ. അസർ അഫ്ഗാനിസ്ഥാനിലുണ്ടാകുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി അടുത്തിടെ പറഞ്ഞതിനു പിന്നാലെയാണ് ഈ കണ്ടെത്തൽ. സദ്വാര റോഡിലെ സ്കാർദുവിലാണ് കൃത്യമായ ലൊക്കേഷൻ. ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തികേന്ദ്രമായ ബഹവൽപൂരിൽ നിന്നും 1000 കിലോമീറ്റർ അകലെയാണ് മസൂദ് അസർ നിലവിലുള്ളതെന്നാണ് വിവരം. ഈ പ്രദേശത്ത് 2 പള്ളികളും അതിനോട് ചേർന്നുള്ള മദ്രസകളും നിരവധി സർക്കാർ സ്വകാര്യ ഗസ്റ്റ് ഹൗസുകളും ഉണ്ട്. ആകർഷകമായ തടാകങ്ങളും പാർക്കുകളും ഉള്ള ഇവിടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ്. ഇവിടെ അധികം ആരും അറിയാതെ വളരെ ഒതുങ്ങിയ ജീവിതമാണ് മസൂദ് അസർ നയിക്കുന്നത്. ജെയ്ഷെയുടെ ആസ്ഥാനമായ ജാമിയ സുബ്ഹാൻ അല്ലയും
നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജാമിയ ഉസ്മാൻ ഒ അലി എന്ന മസ്ജിദുമാണ് ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ 2 പ്രധാന കേന്ദ്രങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യ ജാമിയ സുബ്ഹാനിൽ നടത്തിയ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെ ഇയാൾ ബഹാവൽപൂർ വിട്ടതാകാം എന്നാണ് അനുമാനം. മസൂദ് അസറിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനെ തടസ്സപ്പെടുത്താനായി മസൂദിന്റെ പ്രസംഗങ്ങളുടെ പഴയ ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിച്ച് ഇയാൾ ബഹാവൽപൂരിൽ തുടരുന്നതായി ജെയ്ഷെ പ്രചാരണം നടത്തിയിരുന്നു. ഇതാദ്യമായല്ല അസർ ബഹാവൽപൂരിന് പുറത്തു പോകുന്നത്. 2019 ബലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം പെഷവാറിലെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് അസഹറിനെ മാറ്റിയിരുന്നു. പിന്നീട് പാക് പിന്തുണയോടെ വീണ്ടും തിരിച്ചെത്തി. ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് മസൂദ് അസർ. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള നിരവധി ഉന്നത ഭീകരാക്രമണങ്ങൾ ഇയാൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2016 പഠാൻകോട്ട് എയർബേസ് ആക്രമണവും 2019 പുൽവാമ ഭീകരാക്രമണവും മസൂദ് അസറിന്റെ നേതൃത്വത്തിലായിരുന്നു നടപ്പാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇയാളുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജാമിയ സുബ്ഹാൻ അല്ലാഹ് സർവകലാശാലയിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അസറിന്റെ കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. ജാമിയ സുബ്ഹാൻ അല്ലാഹ് സർവകലാശാലയുടെ നടത്തിപ്പ് മസൂദാണ് നിർവഹിക്കുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക ജിഹാദി സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദി ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് ഇയാൾ. ഇന്ത്യയുൾപ്പെടെയുള്ളവരുടെ ശക്തമായ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് 2019 മെയ് 1 ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അസറിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അയാളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ആ രാജ്യം തയ്യാറാകണം. യാത്രാ നിരോധനം, ആയുധ ഉപരോധം തുടങ്ങിയവയ്ക്കും വിധേയനാകേണ്ടതുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ മസൂദ് വളരെ സുഖസൗകര്യങ്ങളോടെ ജീവിക്കുന്നുവെന്നാണ് ഇന്ത്യയുടെ ആരോപണം. ഇതിന് പാകിസ്ഥാനിലെ സൈനിക രഹസ്യാന്വേഷണ ഏജൻസികളുടെ പിന്തുണയുണ്ടെന്നും ഇന്ത്യ കരുതുന്നു. പാക് മണ്ണിൽ നിന്നും മസൂദിനെ കണ്ടെത്തിയാൽ പാകിസ്ഥാൻ തന്നെ ഇന്ത്യക്ക് ഇയാളെ കൈമാറുമെന്നാണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത്. വാക്ക് മാറ്റാൻ വിദഗ്ധരായതുകൊണ്ട് അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. പക്ഷേ പിന്നാലെ ഇന്ത്യ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എടുത്ത ജീവനുകൾക്കുള്ള കണക്ക് അത് തീർക്കാനുള്ളതാണല്ലോ. എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സംഭവിച്ചത്? വീർത്ത കണങ്കാലുകൾ, കൈകളിൽ മുറിപ്പാട്. ട്രംപ് അസുഖം മറച്ചുവെക്കുകയാണോ? അന്തരീക്ഷത്തിൽ അഭ്യൂഹങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴിതാ വൈറ്റ് ഹൗസ് തന്നെ സ്ഥിരീകരിച്ചു ട്രംപിന് പിടിപെട്ട രോഗത്തെക്കുറിച്ച്. ജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനലിന് ശേഷമാണ് സംശയങ്ങൾ ശക്തമായത്. പ്രസിഡന്റിന്റെ വീങ്ങിയ കണങ്കാലുകളും കൈകളിലെ മുറിപ്പാടുകളും അദ്ദേഹത്തിന്റെ ആരോഗ്യക്ഷമതയെക്കുറിച്ച് ആശങ്കയുണർത്തുന്നതായുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകർന്നു. എന്ത് രോഗബാധയാണ് ട്രംപിന് പിടിപെട്ടതെന്നതിൽ വ്യക്തത വരുത്തി വൈറ്റ് ഹൌസ് തന്നെ രംഗത്തെത്തി. ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാനുള്ള ഞരമ്പുകളുടെ കഴിവ് കുറയുന്നതാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രോഗമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചു. അതായത് ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി എന്നതാണ് രോഗാവസ്ഥ. ട്രംപിന്റെ കാലുകളുടെ താഴ്ഭാഗത്ത് ചെറിയ നീരുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് വൈറ്റ് ഹൌസിലെ മെഡിക്കൽ സംഘം അദ്ദേഹത്തെ പരിശോധനയ്ക്ക് വിധേയനാക്കിയത്. കാലുകളിലെ സിരകളിൽ ആവശ്യത്തിന് രക്തയോട്ടമില്ലാത്ത അവസ്ഥയായ ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി ട്രംപിനുണ്ടെന്ന നിഗമനത്തിൽ മെഡിക്കൽ സംഘമെത്തി. ഇത് രക്തം കെട്ടിക്കിടക്കുന്നതിനും കാലുകളുടെ താഴ്ഭാഗത്ത് നീരുണ്ടാകുന്നതിനും കാരണമാകും. എന്നാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഡീപ് വെയിൻ ത്രോംബോസിസിന്റെയോ മറ്റ് ധമനി രോഗങ്ങളുടെയോ തെളിവുകളില്ലെന്നും ECGയിൽ ഹൃദയത്തിന്റെ ഘടനയും പ്രവർത്തനവും സാധാരണ നിലയിലാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നു. പ്രസിഡന്റിന്റെ കൈപ്പത്തിക്ക് പുറകിൽ ചെറിയ ചതവുകൾ കാണിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചും പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പ്രതികരിച്ചു. ഇടയ്ക്കിടെയുള്ള ഹസ്തദാനവും ആസ്പിരിൻ ഉപയോഗവും മൂലമുണ്ടാകുന്ന ചെറിയ ടിഷ്യൂ പ്രശ്നങ്ങളാണ് ഈ ചതവുകൾക്ക് കാരണമെന്നും അവർ പറഞ്ഞു. എന്താണ്
ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി. ക്രോണിക് വെനസ് ഇൻസഫിഷ്യൻസി ഒരു ഗുരുതരമായ രോഗാവസ്ഥയായി കണക്കാക്കുന്നില്ല. ചികിത്സിച്ച് ഭേദമാക്കാവുന്നതുമാണ്. സിരകൾ ശരിയായി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണിത്. ഈ രോഗമുള്ളവർക്ക് കാലുകളിൽ വേദനയോ തരിപ്പോ ഉണ്ടാകാം. ദീർഘനേരം നിന്നാൽ ക്ഷീണം അനുഭവപ്പെടാം. പ്രത്യേകിച്ച് കണങ്കാലിന് ചുറ്റും വീക്കമുണ്ടാകാനും സാധ്യതയുണ്ട്. എങ്കിലും ഇത് അസ്വസ്ഥതയോ വേദനയോ ഉണ്ടാക്കാം. പ്രായമായവരിലെ അവസ്ഥ സാധാരണമാണ്. രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ, കാലുകൾ ഉയർത്തിവെക്കൽ, രക്തയോട്ടം മെച്ചപ്പെടുത്താനുള്ള ചെറിയ വ്യായാമങ്ങൾ, ഗുരുതരമായ കേസുകളിൽ ശസ്ത്രക്രിയ എന്നിവയാണ് സാധാരണയായ ചികിത്സാരീതികൾ. ട്രംപിന്റെ കാലിലെ നീരിനെയും കൈയിലെ ചതവിനെയും സംബന്ധിച്ച പുതിയ ആരോഗ്യ വിവരങ്ങൾ ലഭ്യമായെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വൈറ്റ് ഹൗസ്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തായാലും പൂർണ്ണ ആരോഗ്യവാനായി ട്രംപ് പൊതുരംഗത്തുണ്ടാകട്ടെ. പോയ വാരം എല്ലായിടത്തും നിറഞ്ഞു നിന്നത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ. ലോക സമാധാന സ്ഥാപകനായി സ്വയം അവരോധിക്കുന്ന ട്രംപിന്റെ ലക്ഷ്യം സമാധാന നൊബേലാണ്. അത് നേടിയെടുക്കാനുള്ള ഓട്ടത്തിൽ ഏത് പെരും നുണയുടെ മലയും കയറും. അതുകൊണ്ട് അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ വരാൻ കിടക്കുന്നതേയുള്ളൂ. കാത്തിരിക്കും.